ഇന്നത്തെ മിഡിൽ ഈസ്റ്റ് അപ്ഡേറ്റിൽ ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ തന്നെയാണ്. അപ്പം സെക്കൻഡ് റൗണ്ട് മീറ്റിംഗ് നടക്കുകയാണ് അവിടെ. ഗാസ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് ആണ് നടക്കുന്നത്. സ്റ്റീവ് വിറ്റ്കോഫ്, അതേപോലെ ഡൊണാൾഡ് ട്രംപ്, ബെഞ്ചമിൻ നെതന്യാഹു, ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില വ്യക്തികൾ കൂടി ആലോചിക്കുകയാണ് അതായത് എന്താണ് ഗാസയിൽ ചെയ്യേണ്ടതെന്നുള്ളത്. തീർച്ചയായിട്ടും ഗാസ റിവേരിയ പ്ലാൻ, അതായത് ഈ ടോണി ബ്ലെയറിൻ്റെ ഒരു NGO സംഘടനയുണ്ട്. ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ഒരു പ്രോജക്റ്റ് ഗാസയിൽ ട്രംപിൻ്റെ ഒരു റിവേരിയ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടോണി ബ്ലെയറുമായിട്ടുള്ള ഈ ഒരു സംഘടനയ്ക്കാണ് ഇതിൻ്റെ ഒരു ചുമതല കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ടോണി ബ്ലെയർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്ത് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പ്രോജക്റ്റിൽ ഇപ്പോൾ ഇലോൺ മസ്ക് ആണ് ഒരു ചോദ്യചിഹ്നമായിട്ടുള്ളത്. കാരണം ഇലോൺ മസ്ക് ഇപ്പോൾ പുതിയൊരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലോൺ മസ്കിന് വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ ഗാസയിൽ ഒരു പോർഷൻ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് മാനുഫാക്ചറിങ് വിങ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ ഇതിനകത്ത് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇലോൺ മസ്ക് ഇനിയിപ്പോൾ ശക്തമായിട്ട് അതിനകത്ത് തുടർന്ന് വരുമോ ഇല്ലെങ്കിൽ ഇലോൺ മസ്കിന് പകരം അവിടെ വേറെ ആരെങ്കിലും റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ ഗാസ റിവേരിയ പ്ലാൻ സ്റ്റിൽ ആക്റ്റീവാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇന്നലെ തന്നെ ഞാൻ ഇന്നലെ തന്നെ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറച്ചുകൂടെ കൺഫേം ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് IDF തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗാസ റിവേരിയ ഇത് 2 ഓപ്ഷനിലാണ് അവർ പോസ്റ്റ് ചെയ്തത്. അതായത് ട്രംപും എലോൺ മസ്കും കൂടെ ചേർന്ന് ഇനിയിപ്പോൾ ഈ ഒരു റിവേരിയ പ്ലാൻ, ടോണി ബ്ലെയറിൻ്റെ ഈ ഒരു പ്ലാൻ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വരുമോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള രീതിയിൽ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് മൊസാദ് ഈ ഒരു പ്ലാൻ പോസ്റ്റ് ചെയ്തത്. ഞാൻ അതിൻ്റെ പോസ്റ്റ് ചെയ്തതിൻ്റെ ഒരു ട്വീറ്റ് ഞാൻ ഇവിടെ ടാഗ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നേ ഉള്ളൂ. അതേസമയം ഗാസയ്ക്കുള്ളിൽ പൈസ ഉള്ളവർക്ക് പോയി താമസിക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അല്ല. ഈ റിവേരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രംപിൻ്റെ ഹോസ്പിറ്റാലിറ്റി അഡ്മിനിസ്ട്രേഷൻ വരുന്ന സ്ഥലത്ത് പൈസ ഉള്ളവർക്ക് താമസിക്കാം. അല്ലാതെ റെസിഡൻഷ്യൽ ഏരിയ വരുന്നുണ്ട്. ആ റെസിഡൻഷ്യൽ ഏരിയയിൽ ഗാസക്കാർക്ക് തീർച്ചയായിട്ടും ഒരു പ്രാധാന്യം ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ തീവ്രവാദം ഉണ്ടാവാൻ പാടില്ല, ഹമാസ് അവിടെ ഉണ്ടാവാൻ പാടില്ല. ഈ ഗാസ റിവേരിയ പ്ലാൻ ആക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ ഹമാസ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം. അതാണ് നിലവിലിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗാസ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ സീസ് ഫയർ ഉണ്ടാക്കാം, പ്രശ്നമില്ല. ഇസ്രായേൽ സമ്മതിക്കുന്നുണ്ട്, ഓക്കെ, വെടി നിർത്തലാവാം, കുഴപ്പമില്ല. പക്ഷേ പ്രശ്നപരിഹാരം എന്താണ്, ഇസ്രായേലിന് വേണ്ട കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ്. അതായത് ഇന്നലെ തന്നെ ട്രംപിൻ്റെ അടുത്ത് മാധ്യമപ്രവർത്തകർ ഈ ഗാസ വിഷയത്തിനെ കുറിച്ച് സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്കും ട്രംപ് ആ ക്വസ്റ്റ്യൻ നെതന്യാഹുവിൻ്റെ തലമേലാണ് വെച്ചത്. അപ്പം ബിബി യു ടോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബിബി ഉടനെ സംസാരിച്ചു. അപ്പോൾ നെതന്യാഹു സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഹമാസ്, അതായത് ഗാസ ഒരു പാരസൈറ്റ് ആണ്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പാരസൈറ്റ് ആണ്. ആ പാരസൈറ്റിനെ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റുന്നത്, അത് ഞങ്ങൾക്കൊരു ത്രെട്ട് തന്നെയാണ് എല്ലാ കാലത്തും. വീണ്ടും പഴയതുപോലെ ഗാസ വിട്ടുകൊടുക്കുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ ഇത്രയും നാളും ചെയ്ത ആ ഒരു ദൗത്യത്തിന് എന്താണ് അതിൻ്റെ ഒരു പൂർണ്ണത, അപ്പോൾ അതിനൊരു കംപ്ലീറ്റ്നെസ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് നെതന്യാഹു പറഞ്ഞു വെച്ചത്. പിന്നെ ഇതിനേക്കാളും കൂടുതൽ ഒന്നും പറയാനില്ല. അപ്പോൾ അത്രമാത്രം കറക്റ്റായിട്ട് തന്നെ ഗാസയുമായിട്ടുള്ള ഡിസിഷൻസിൽ നെതന്യാഹു കൃത്യം മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഹമാസ് പൂർണ്ണമായിട്ടും അവിടെ നിന്ന് തുടച്ചെറിയപ്പെടും എന്നാണ് പറയുന്നത്. വൺ മോർ കമാൻഡർ ഹമാസിൻ്റെ വളരെ ചീഫായിട്ടുള്ള ഒരു കമാൻഡർ തന്നെയാണ് ഇസ്രായേൽ എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നോർത്തേൺ ലെബനാൻ ഭാഗത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഇസ്രായേൽ നോർത്തേൺ ലെബനാൻ ഭാഗത്ത് തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ആക്രമണം നടത്തിയതിൽ അവിടെ കുറേ ടാർഗറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഹമാസിൻ്റെ കുറച്ച് ആൾക്കാർ അവിടെ പോയി മുങ്ങി താമസിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മുങ്ങിയ ആൾക്കാരെ തട്ടാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ അങ്ങോട്ട് പോയത്. അപ്പോൾ ഹമാസിൻ്റെ ഒരു സീനിയർ കമാൻഡർ തന്നെയാണ് വധിച്ചിരിക്കുന്നത്. മെഹ്റാൻ മുസ്തഫ ബജൂർ എന്നാണ് ഈ വധിക്കപ്പെട്ട ഈ ഹമാസ് ഭീകരവാദിയുടെ പേര്. അതായത് ഹമാസ് ഓൾറെഡി തന്നെ പറഞ്ഞിരിക്കുകയാണ് 95% ലീഡേഴ്സും എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഹമാസിന് ലീഡർഷിപ്പിന് ആൾക്കാരില്ല. ഇനി തെരഞ്ഞു പിടിച്ച് അല്ലറ ചില്ലറായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരെ, പതുങ്ങിയിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന, പാത്തിരിക്കുന്നവന്മാരെല്ലാം ഇപ്പം തെരഞ്ഞു പിടിച്ച് തച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര അടിയിൽ പോയാലും ബങ്കർ ബസ്റ്റർ ഇട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ ഗാസയ്ക്കുള്ളിൽ 12ഓളം ബങ്കർ ബസ്റ്ററുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇത് 10ഉം 12ഉം വലിയ നീണ്ട ഗർത്തങ്ങൾ, ക്രൈറ്റേഴ്സ് രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഈ വധിക്കപ്പെട്ട ഈ ഹമാസിന്റെ കമാൻഡർ മെഹ്റാൻ മുസ്തഫ നഹാരിയ ഭാഗത്തും കിരിയാത്ത് ഷിമോന ഭാഗത്തൊക്കെ ആക്രമണം നടത്തിയതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണെന്നാണ് IDF പറയുന്നത്. അതുപോലെ ഇന്ന് 5 IDF സോൾജേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. റോഡിന്റെ സൈഡിൽ ഉണ്ടായിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ചാണ് ഈ 5 IDF സോൾജേഴ്സ് കൊല്ലപ്പെട്ടത്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പിട്ട് വീഡിയോയിൽ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 2 പേര് ഈ ഒരു ഈ മൈനുകൾ പൊക്കിക്കൊണ്ട് നടന്നു പോകുന്ന സമയത്ത് അവരുടെ മേലിൽ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ അറ്റാക്ക് നടത്തുന്നത്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഇത് ഇന്ന് കിട്ടിയത്. മനസ്സിലായി? ഇതേപോലെ റോഡ് സൈഡിൽ ഇവരിങ്ങനെ മൈൻ കുഴിച്ചിടും. ഈ മൈൻ കുഴിച്ചിട്ടിട്ട് അതുവഴി സൈഡിൽ ഇങ്ങനെ IDF സോൾജേഴ്സ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അറിയാതെ അത് പൊട്ടിത്തെറിക്കും.
ഇങ്ങനെ IDF സോൾജേഴ്സ് ഇങ്ങനെ മരണപ്പെടുകയും ചെയ്യും. ഈ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ മൈൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഇവർക്ക് നേരിട്ട് യുദ്ധം ചെയ്യാൻ വയ്യ, കാരണം അതിനുള്ള കപ്പാസിറ്റി ഇല്ല, കേപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഇവർ മൈൻ കുഴിച്ചിട്ട് ഈ രീതിയിൽ ഒളിപ്പോര് നടത്തിക്കൊണ്ട് ഇങ്ങനെ മാളങ്ങളിൽ ഒളിച്ച് താമസിക്കുന്നത്. These are momentous days, but they're also touched by tragedy. We lost 5 of our brave soldiers in Gaza. The people of America, of Texas, have profoundly lost their colleagues. We stand with the people of Texas and the people of America as the people of America stand with us. We send our condolences to the bereaved families. I said these are momentous times, and they are. The President and I believe in a doctrine called peace through strength. First comes strength, then comes the peace. Our resolute action, the resolute decision of President Trump to act with us against those who seek to destroy Israel and threaten the peace of the world has made a remarkable change in the Middle East. The remarkable American B-2 pilots showed remarkable perseverance, persistence, and power. The soldiers of Israel fought like lions, our pilots struck like lightning, and our common alliance roared like thunder. And this is having a great change in our region. There are opportunities for peace that we intend to realize. We're working together on this. We have still to finish the job in Gaza, release all our hostages, eliminate and destroy Hamas's military and governance capabilities, because Gaza must have a different future for our sake, for everyone's sake. And no country will settle for less. We certainly will not. These are all things that I discussed with President Trump. I may discuss further with him later in this visit. But I have to say that the coordination between our two countries, the coordination between an American president and an Israeli prime minister has been unmatched. It offers great promise for Israel, for America, for our region, and for the world. Prime Minister, are you open to the Hamas counter-proposal to allow more widespread aid? We accepted a proposal that came from the mediators. It's a good proposal. It matches Steve Witkoff's original idea, and we think that we've gotten closer to it, and I hope we can cross the line. That is our purpose. But I think the less I speak about it publicly, the more likely that we might get it. പിന്നെ പീഡനം, അതായത് സ്ത്രീ പീഡനം അങ്ങനെ വേണമെങ്കിൽ പറയാം. സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഘടനയുണ്ടെങ്കിൽ അത് ഹമാസ് പോലത്തെ ഇതുപോലെ തീവ്രവാദ സംഘടനകളാണെന്ന് അടിയുറച്ച് പറയുന്ന രീതിയിൽ ബന്ദികളായിട്ട് കൊണ്ടുപോയ സ്ത്രീകൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്രൗണ്ട് വർക്കിൽ നടത്തിയ ഓപ്പറേഷൻസ്, അത് അവർ ഓപ്പൺ ആയിട്ട് ഇതൊന്നും ഇങ്ങനെ പറയത്തില്ല. ഈ ബന്ദികൾ അനുഭവിച്ച പീഡനങ്ങൾ, ക്രൂരതകൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ തയ്യാറാക്കി ഇസ്രായേൽ ഗവൺമെൻറ് കൃത്യമായിട്ട് അവരുടെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അവരെ അയച്ച സമയത്ത് കംപ്ലീറ്റ് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ദിവസങ്ങളോളം എടുത്താണ് അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ ചോർത്തി മനസ്സിലാക്കിയത്. അങ്ങനെ മനസ്സിലാക്കിയതിൻ്റെ പേരിൽ പേര് വെളിപ്പെടുത്താതെ തന്നെ അവർ മൊത്തത്തിൽ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിനകത്ത് ഇന്ന വിഷയങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്രൂവൽറ്റി ആയിട്ട് ഹമാസ് പെരുമാറിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതുപോലെ തന്നെ തോക്ക് ചൂണ്ടി തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് മൊത്തത്തിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവർ October 7 ഇസ്രായേലിൻ്റെ ഉള്ളിൽ കയറി വന്ന സമയത്ത് തന്നെ അതിൽ കൊല്ലപ്പെട്ട സ്ത്രീകളിൽ മെജോറിറ്റി സ്ത്രീകൾ ഇതുപോലെ പീഡനത്തിന് വിധേയരായിരുന്നു എന്നാണ് റിപ്പോർട്ട്. പീഡിപ്പിക്കുന്നത് ഒരു യുദ്ധോപകരണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് ഈ ടീമുകളാണ്. പിന്നെ ഇവരെ തീവ്രവാദികളെന്നല്ല, അതുക്കും മേലെ തന്നെ വിളിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഹൂത്തികളുടെ മേളിൽ ആക്രമണം തുടർന്ന് നടത്തും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ തന്നെയാണ് ആ ഓപ്പറേഷൻ മുന്നോട്ട് നടത്തുന്നത്. അതിന് കംപ്ലീറ്റ് അമേരിക്കയുടെ ബാക്കപ്പ് ഉണ്ടാവും. അത് പീറ്റർ ഹെക്സത്ത് കറക്റ്റായിട്ട് കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് 2 പേര് റെഡ് സീയുടെ ഭാഗത്ത് ഹൂത്തികളാൽ ആക്രമിക്കപ്പെട്ട ആ ഒരു ഗ്രീസിന്റെ കപ്പലിൽ നിന്നും 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതാണ് വാർത്ത പുറത്തു വരുന്നത്. ഞായറാഴ്ച ഹൂത്തികൾ അറ്റാക്ക് ചെയ്ത ഷിപ്പ് മുങ്ങി താഴ്ന്നിരിക്കുകയാണ്. അത് ഹൂത്തികളുടെ ഭാഗത്ത് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇതാണ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കറന്റ് ഡെവലപ്മെന്റ്സ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.